ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ കാണുക, കറക്റ്റായിട്ട് ഇതിനെ മനസ്സിലാക്കുക. ഓക്കെ, നമ്മളിന്നൊരു കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത്. രണ്ട് ട്രേഡിംഗ് മെത്തേഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒന്ന് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് മെത്തേഡ്, രണ്ട് ഡിസ്ക്രിഷണറി ട്രേഡിംഗ് മെത്തേഡ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നമുക്ക് വിലയിരുത്താം. ഓക്കെ, സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളുടെ ഈ ഒരു ടൂള്. ഓക്കെ, അതായത് നമ്മൾ പ്രോപ്പർ ഒരു റൂൾ ബേസ്ഡ് ട്രേഡിംഗ് സെറ്റപ്പിനെ ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സെറ്റ് ഓഫ് റൂള് കാണും. അതുപോലെ തന്നെ എവിടെ നമ്മൾ പ്രോപ്പർ എൻട്രി എടുക്കണമെന്നറിയാം, എവിടെയായിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്നറിയാം, ഏതായിരിക്കണം ടാർഗറ്റ് എന്നറിയാം, എന്ത് കണ്ടീഷനിലാണ് ആ എൻട്രി എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പ്രോപ്പറായിട്ട് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇമോഷൻ എന്ന് പറയുന്ന സംഭവം നോർമലി വരത്തില്ല. ഇമോഷണൽ ലെസ് അപ്രോച്ചാണിത്. കാരണം നിങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആണ് നിങ്ങളുടെ എൻട്രി എവിടെയാണ് വരേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ക്യാൻഡിൽ എക്സിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ റീസൺ എന്താണ്, എവിടെ നമ്മൾ ഇറങ്ങി മാറണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി നമ്മളുടെ സിസ്റ്റത്തിനകത്ത് തന്നെ എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ സാധിക്കും. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചാർട്ടിൽ കാണുന്നത് അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. അല്ലാതെ എന്താണോ നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് അതിനെ ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് അല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ നമ്മുടെ സെറ്റപ്പിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സെൽ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ എൻട്രി എടുക്കേണ്ട ഒരു ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിന്ന് നോർമലി സെൽ ട്രേഡ് എടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് അവിടെ ആ ക്യാൻഡിൽ വന്ന കാര്യം നമുക്ക് വിഷ്വലി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്, സോ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാമെന്നുള്ള കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് അറിയാം. അല്ലാതെ നമ്മൾ ഇവിടുന്നേ ഈ ഒരു സെൽ എൻട്രി നമ്മൾ എടുക്കുന്നില്ല. അതായത് അവിടെ ആ ക്യാൻഡിൽ വന്നേക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. അപ്പം നമ്മളുടെ സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ റൂൾ ബേസ്ഡ് ആണ്. ഓക്കെ, പിന്നെ സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് കൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് എന്തിൻ്റെ ഹെൽപ്പിലാണ്? കംപ്ലീറ്റ് ആയിട്ടുള്ള ബാക്ക് ടെസ്റ്റ് ഡേറ്റയുടെ ഹെൽപ്പിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു ട്രേഡിംഗ് ഡേയിലെ എന്താണ് അന്നത്തെ ദിവസം നടന്നതെന്ന് നോക്കണം. അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തായിരുന്നു, എവിടെയായിരുന്നു എൻട്രി, എവിടെയായിരുന്നു ടാർഗറ്റ്, എവിടെയായിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് അറിയണം. അപ്പോൾ അത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് നിങ്ങൾ പ്രീവിയസ് മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിസംബർ മാസത്തെ ഒരു 5-ാം തീയതി എടുക്കുക. ഓക്കെ, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജി ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് വിൻഡോ വരും. ഓക്കെ, ഇപ്പം നമ്മൾ ലാസ്റ്റ് ഡിസംബർ 5-ാം തീയതി എന്താണ് നടന്നത് നമുക്ക് നോക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എൻട്രി എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് ഇപ്പോഴും അവൈലബിൾ ആണ്. അതായത് ലാസ്റ്റ് ഇയർ നടന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അതായത് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് നിങ്ങളുടെ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്തത് ഇതിന് മുമ്പ് എന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ഡേറ്റ എടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതായത് അന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇത് ഡിസംബർ 5-ാം തീയതിയാണ് ലാസ്റ്റ് ഇയർ. ഇവിടെയാണ് നമുക്ക് എൻട്രി ക്യാൻഡിൽ വരുന്നത്. ഇത് 5 മിനിറ്റിൻ്റെ ചാർട്ടാണ് കേട്ടോ. നോർമലി 3 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MTL റിജക്ഷൻ ആണിത്. സോ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സെല്ല് കിട്ടി. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ നിന്ന് അടുത്ത ബൈ സൈഡിലോട്ടുള്ള എൻട്രി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു എൻട്രി മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് കുറേ അധികം എൻട്രീസ് ഉണ്ട്. അതായത് ഒരു 3-4 തരത്തിലുള്ള എൻട്രീസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഫാസ്റ്റ് എൻട്രി ആണ് ഇട്ടിരിക്കുന്നത്, ബാലൻസ്ഡ് എൻട്രി, സ്കാൽപ്പിംഗ് എൻട്രി. ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് സ്വിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സെറ്റപ്പ് അനുസരിച്ച് വന്ന എൻട്രീസ് പ്രീവിയസ് ആയിട്ടുള്ള ഏത് ദിവസത്തിലാണെങ്കിലും കുഴപ്പമില്ല, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ ട്രേഡിങ്ങിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും. ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കറക്റ്റായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് പിന്നെ നമ്മളുടെ റിസ്ക് റിവാർഡും മണി മാനേജ്മെൻറ്റും പൊസിഷൻ സൈസിങ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിനകത്ത് നമുക്കൊരു ലോങ് റണ്ണിൽ ഒരിക്കലും ലോസ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് വരത്തില്ല. ഓക്കെ, നമുക്കതിനെ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി കറക്റ്റായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്
ട്രേഡിംഗ് കൺസെപ്റ്റിനെ ഫോളോ ചെയ്യുമ്പം നമ്മൾ പ്രോപ്പർ റൂളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ പോലും അറിയത്തില്ലാതെ തന്നെ കൺസിസ്റ്റൻസിനെ ഫോളോ ചെയ്യും. ഓക്കെ, നിങ്ങൾ പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ കാര്യത്തിൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ പുറകെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി ബൈ പ്രോഡക്റ്റ് ആയിട്ട് മാറും നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ. സംഭവം മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇമോഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ വരും. ഈ ടൂളിനകത്ത് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിനെ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതിനകത്ത് ഇപ്പം 2-3 എൻട്രി ഞാൻ കാണിച്ചു തന്നല്ലോ. നിങ്ങൾ ആ എല്ലാ എൻട്രിയും എടുത്ത് ട്രേഡ് ചെയ്യണമെന്നല്ല പറയുന്നത്. അത് ഓരോ ആൾക്കാരുടെ ടെമ്പറമെൻ്റ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു എൻട്രി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എൻട്രീസിൽ ഏതാണോ സ്യൂട്ട് ആകുന്നത് അതിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഡിസ്ക്രിഷണറി ട്രേഡിംഗ് മെത്തേഡ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഡിസ്ക്രിഷണറി ട്രേഡിംഗ് മെത്തേഡ്. അതുകൊണ്ട് തന്നെയാണ് 95% ആൾക്കാരും നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫെയിൽ. ഓക്കെ, അത് ഞാൻ പ്രോപ്പറായിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഡിസ്ക്രിഷണറി ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. നിങ്ങൾ പ്രൈസ് ആക്ഷൻ ആയിരിക്കും ചില സമയത്ത് ഫോളോ ചെയ്യുന്നത്, ചില സമയത്ത് നിങ്ങൾ ന്യൂസിനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, ചില സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ആണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളൊരു കുത്തഴിഞ്ഞ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പിനെ ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ഡിസ്ക്രിഷണറി ട്രേഡിംഗ് മെത്തേഡ്. ഡിസ്ക്രിഷണറി ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും നോർമലി ഫെയിൽ അല്ല. അതിനകത്തും സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർ അത്രയും വർഷം അതിനകത്ത് ട്രേഡ് ചെയ്ത് അവരുടെ കറക്റ്റായിട്ടുള്ള ഒരു എഡ്ജ് കണ്ട് പിടിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട് പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ പല തരത്തിലുള്ള ട്രേഡിംഗ് മെത്തേഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം പാറ്റേൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല ഫ്ലാഗ് പാറ്റേൺ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. ആയിരക്കണക്കിന് പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമാണ് ഈ ഒരു ഡിസ്ക്രിഷണറി ട്രേഡിങ് നോർമലി ഫോളോ ചെയ്യുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമലി എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾ ഏത് പാറ്റേൺ എപ്പോൾ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് കൈൻഡ് ഓഫ് ഇല്യൂഷൻ ആണെന്ന്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇതിനു മാത്രം പാറ്റേണും കാര്യങ്ങളും സംഭവങ്ങളെല്ലാം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു എൻട്രി വന്നു, അവിടെ നിങ്ങളുടെ ഒരു പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ എൻട്രി ആണ് വരേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ടുള്ള ആ പാറ്റേൺ നിങ്ങൾക്ക് എൻട്രി പോയിന്റ് തന്നിട്ടുമില്ല. ഓക്കെ, ബട്ട് നിങ്ങളെ തന്നെ അവിടെ കൺവീനിയൻസ് ചെയ്ത് വേറൊരു പാറ്റേൺ നിങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾ എൻട്രി ആയിട്ട് മാറ്റും. ഇതൊക്കെ ഞാനും ചെയ്തിട്ടുള്ള സംഭവമാണ്. ഓൾറെഡി ഈ എല്ലാ പാറ്റേണും എല്ലാ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കാര്യങ്ങളും അതും ഇതും എല്ലാം ഓൾറെഡി നമ്മൾ ഫോളോ ചെയ്ത് വന്നതാണ്. ഓക്കെ, കുറച്ചുകൂടെ നമ്മൾ സൈക്കോളജിക്കലി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ ഒരു സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് അപ്രോച്ചിലേക്ക് എന്നെ നയിച്ചത്. ഓക്കെ, പിന്നെ SMC എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, സ്മാർട്ട് മണി കൺസെപ്റ്റ്. അതൊരിക്കലും ഒരു ഡിസ്ക്രിഷണറി ട്രേഡിംഗ് മെത്തേഡ് അല്ല. അതിന് പ്രോപ്പറായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് അവൈലബിൾ ആണ്. നമ്മളുടെ ടൂളിലും SMC നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ SMCയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ടൂളിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് SMCന് ഇതിനകത്ത് ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഡിസ്ക്രിഷണറി ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ഒരു കുഴപ്പം പിടിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ റൂൾ ബേസ്ഡ് അല്ല. ഓക്കെ, രണ്ടാമത്തത് അതിന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബാക്ക് ടെസ്റ്റ് ഡേറ്റ അവൈലബിൾ അല്ല. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇയറിൻ്റെ ഡിസംബർ ആണല്ലോ എടുത്തത്, ആ ദിവസത്തേക്ക് തന്നെ നമുക്ക് പോകാം. എന്നിട്ട് ഞാൻ ഈ ടൂളിനെ ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ ഡിസംബർ 5-ാം തീയതിയിൽ ചാർട്ട് വന്നു. സെയിം തന്നെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്കിൻ്റെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്ത ആ സെയിം ചാർട്ട് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ടോ എവിടെയാണ് എൻട്രി എടുത്തത് അല്ലെങ്കിൽ എവിടെയാണ് എൻട്രി വരുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കത്തില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറുബസു ക്യാൻഡിലുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഡോജീസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ, ഇവിടെ കുറേ മാറുബസു ക്യാൻഡിൽസ്, ഇവിടെ ഡോജീസ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. അങ്ങനെ പല പാറ്റേൺസും പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഐഡൻറ്റിഫൈ എടുക്കാൻ പറ്റും. താഴേക്ക് ഒരു ഇൻവേർട്ടർ ഫ്ലാഗ് പാറ്റേൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ലാസ്റ്റത്തെ ആ ഒരു ഡിസംബർ മാസത്തേക്ക് പോയിട്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏത് പാറ്റേണിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് എടുക്കണമെന്ന് കൺഫ്യൂഷനാണ് അല്ലേ. ഈ സെയിം സാധനം നിങ്ങൾ സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും
ഏതാണ് അവിടെ വന്നിരുന്ന എൻട്രി എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യങ്ങൾ. ബട്ട് ഇവിടെ ഇല്യൂഷൻ വർക്കാവും. കാരണം ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലോ കട്ടായപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻട്രി പോകുന്നേനെ, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നപ്പോൾ ഇതിനകത്ത് സെല്ലേഴ്സ് കൂടുതലാണ്, ഇവിടെ ഞാൻ പോന്നേനെ, ഇങ്ങനെ പോന്നേനെ എന്ന് മാത്രമേ ഉള്ളൂ പറയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് എവിടെ കറക്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്തേനെ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് ഒരു ലാക്ക് ഓഫ് ബാക്ക് ടെസ്റ്റ് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഡിസ്ക്രിഷണറി ട്രേഡിംഗ് ഫോളോ ചെയ്യുമ്പോൾ ഒരു ലാക്ക് ഓഫ് ബാക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. കാരണം നിങ്ങൾക്ക് ഏത് കൺസെപ്റ്റിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ആയി കഴിഞ്ഞാൽ അതിനെ വീണ്ടും നിങ്ങൾ കൺവീനിയൻസ് ചെയ്ത് നിങ്ങൾക്ക് എൻട്രി ആക്കി മാറ്റും. അതിനകത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് വരും. അപ്പം ഇമോഷൻ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവും. ഓക്കെ, പിന്നെന്താണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാക്സിമം അൽഗോ ഒക്കെ ഇല്ലേ, അൽഗോ ട്രേഡിങ്, അതുപോലെ തന്നെ അൽഗോരിതമാറ്റിക് ട്രേഡിംഗ് എല്ലാം ഒരു സിസ്റ്റം ട്രേഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. കറക്റ്റായിട്ട് അത് നമ്മളൊരു സെറ്റ് ഓഫ് റൂൾ എല്ലാം കൊടുത്ത് നമ്മൾ വിടുന്നു, അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു, അത് പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് തരുന്നു. അതായത് ഈ 100%-ൽ ഈ 95% ഫെയിലും 5% സക്സസ് എന്നും പറഞ്ഞില്ലേ, ഈ 5%-ൽ ഈ അൽഗോയും വരുന്നുണ്ട്. അതായത് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ഫോളോ ചെയ്ത അൽഗോയും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഡിസ്ക്രിഷണറി ട്രേഡിങ്ങിൻ്റെ ഒരു പോരായ്മകൾ. നിങ്ങളിപ്പം ബിഗിനർ ആണെങ്കിൽ, നോർമലി ഇപ്പം നമ്മൾ ടൂൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, പ്രോപ്പറായിട്ട് ഈ ടൂളിനെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ടൂൾ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ട്രേഡിംഗ് മെത്തേഡും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിലയിരുത്തുക. എന്നിട്ട് പ്രോപ്പർ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ, പിന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് മാർക്കറ്റിൽ, ഇപ്പോഴും ഡിസ്ക്രിഷണറി ട്രേഡിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷേ അവർക്ക് ഒരു 1-2 ദിവസം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനകത്ത് നിലനിന്ന് പോകാൻ വേണ്ടി ചിലപ്പോൾ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാകാം. അവർ കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തെ തന്നെ ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ സിസ്റ്റത്തെ തന്നെ ഫോളോ ചെയ്യണമെന്നല്ല പറയുന്നത്, നിങ്ങൾ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ബേസ്ഡ് കൺസെപ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവുക. അതുള്ളൂ നിങ്ങളെ ട്രേഡിങ്ങിൽ സർവൈവ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധി. ഓക്കെ, പിന്നെ നിങ്ങളിപ്പോൾ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഡിസ്ക്രിഷണറി ട്രേഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കകത്തൊക്കെ നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ദിവസം നിങ്ങൾ പറയുന്ന സ്ക്രിപ്റ്റിൽ, അതായത് നിങ്ങളിപ്പം ബാങ്ക് നിഫ്റ്റി പറഞ്ഞ ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി പറഞ്ഞ നിഫ്റ്റി, സ്റ്റോക്ക് ആണ് സ്റ്റോക്ക്, ക്രിപ്റ്റോ എങ്കിൽ ക്രിപ്റ്റോ, അല്ലെങ്കിൽ ഫോറക്സ് എങ്കിൽ ഫോറക്സ്, എവിടെ വേണമെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ട്രേഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടി തയ്യാറാണ്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ സെറ്റപ്പ് അനുസരിച്ച് ഈ പറയുന്ന അതേ ദിവസം അതേ സമയം ട്രേഡ് ചെയ്ത് കാണിക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാനും റെഡിയാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മളുടെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക്രിഷണറി ട്രേഡേഴ്സാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത്. അവർ നിലനിൽക്കേണ്ടത് നമ്മളുടെ ബിഗ് മണീസിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. ഓക്കെ, എന്നാൽ മാത്രമുള്ളൂ മാർക്കറ്റിൽ ആ ഒരു ഫ്ലോ, അതായത് ആ ക്യാഷ് ഫ്ലോ നിലനിൽക്കത്തുള്ളൂ. എന്നാൽ മാത്രമുള്ളൂ ഇവരുടെ ലോസ് മറ്റൊരാളുടെ പ്രോഫിറ്റായിട്ട് മാറത്തുള്ളൂ. അപ്പം ഈ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു റൂമർ അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് മൊത്തത്തിൽ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ആദ്യമായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഏറ്റവും കൂടുതൽ ഈ ഡിസ്ക്രിപ്ഷണറി മെത്തേഡും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പല രീതിയിലായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവരിങ്ങനെ ഒരു 4-5 വർഷം ഇങ്ങനെ കിടന്ന് കറങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഇവർ പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു സ്ട്രാറ്റജി അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം നോർമലി നിങ്ങൾക്ക് അത്രയും സമയം എടുക്കും നിങ്ങൾ അങ്ങനെ പോയി ഇത് പഠിച്ചു വരാൻ വേണ്ടി. നോർമലി നിങ്ങൾ ഇപ്പോഴേ പ്രോപ്പറായിട്ടൊരു സിസ്റ്റത്തിനെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ ലേണിംഗ് കർവ്, അതായത് നിങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്ന് നിങ്ങൾ പൈസയും കളഞ്ഞ് ഇങ്ങനെ ആ പോകുന്നൊരു സമയം നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ലേണിംഗ് കർവ് എന്ന് പറയുന്ന സംഭവവും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതൊരു ഷോർട്ട് കട്ട് അല്ല. ഓക്കെ, ഇതിനകത്ത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒക്കെ ബിൽഡ് ചെയ്യണം. അത് നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും റൂളും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പായിട്ട് വരും. ഓക്കെ, അത് നിങ്ങൾ ഇപ്പോഴേ അത് കറക്റ്റായിട്ട് അടിത്തറ പാകി തന്നെ പോവുക. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 95% ഡിസ്ക്രിഷണറി മെത്തേഡും അതുപോലെയുള്ള ബാക്കി മെത്തേഡൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവരാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഫെയിൽ ആകുന്ന ടീമും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ബേസ്ഡ് ട്രേഡിംഗ് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. വളരെ ചെറുതാണ്, 5%. ഇതിനകത്ത് നമ്മുടെ അൽഗോ ട്രേഡിംഗും ടീംസ് ഒക്കെ വരും കേട്ടോ. സിസ്റ്റം ട്രേഡിംഗ് ഫോളോ ചെയ്യുന്ന ടീംസാണിത്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 95% റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. ഓക്കെ, ബാക്കി ഈ ഒരു 5% റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതുമാണ്. ഇതിനകത്ത് ഈ 5% വിജയിക്കുന്നതിനകത്തും ഡിസ്ക്രിഷണറി ട്രേഡേഴ്സ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെന്നല്ല ഞാൻ പറയുന്നത്. ഡിസ്ക്രിഷണറി ട്രേഡിംഗ് മെത്തേഡ് ഫോളോ ചെയ്ത് കുറേ വർഷങ്ങൾ അതിനകത്ത് കിടന്ന് തലയും കുത്തി മറിഞ്ഞ് അവരവരുടെ ഒരു എഡ്ജ് കണ്ടെത്തിയ ആൾക്കാരും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ ട്രേഡിംഗ് പഠിച്ച് തന്നെ ചെയ്യുക. അതിന് ഇപ്പം തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതിനകത്ത് റൂൾസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ബാക്കി എന്താണ്, പൊസിഷൻ സൈസിങ്, റിസ്ക് റിവാർഡ്, അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഓക്കെ, അതുകൂടെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആർക്കും ഇതിനകത്ത് തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നോർമലി ആൾക്കാർ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കീറാമുട്ടി പോലത്തെ ഒരു സംഭവമാണെന്ന്. പക്ഷേ അങ്ങനെ അത്രയ്ക്കും വലിയ രീതിയിൽ നിങ്ങളിതിനെ ഒരു കീറാമുട്ടിയായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് നോക്കിയേ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ ഡിസ്ക്രിഷണറി ട്രേഡേഴ്സിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഞാനും ഒരു സമയത്ത് ഡിസ്ക്രിഷണറി ട്രേഡിംഗ് ഫോളോ ചെയ്ത ആളാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിനകത്ത് പ്രോപ്പർ എഡ്ജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുക. ദെൻ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.